ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്വാഗതം ചെയ്ത് വിമൺ ഇൻ സിനിമ കളക്റ്റീവ്. നിരാശാജനകമായ നിശബ്ദതയെ ഭേദിക്കുന്ന ഉത്തരവെന്ന് WCC പ്രതികരിച്ചു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഇന്നലെയും WCC അംഗങ്ങളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. ആ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നു വിമൺ ഇൻ സിനിമ കളക്റ്റീവ്. എന്താണ് ഔദ്യോഗികമായി WCC പ്രതികരിക്കുന്നത്? അശ്വിൻ. റിജിത്ത്, റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പല ആവർത്തി WCC ആവശ്യപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് വിവരാവകാശ കമ്മീഷൻ ഇത് പുറത്തുവിടണമെന്നുള്ള നിർദ്ദേശം നൽകിയത്. ആ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് WCC ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പലകുറി തങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒപ്പം വർഷങ്ങളായി WCC മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ചോദിക്കുന്നു എന്നുള്ള ഒരു ആമുഖത്തോടെ ചില കാര്യങ്ങൾ കൂടി WCC പ്രസ്താവനയിൽ ചോദിക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഈ റിപ്പോർട്ടിൽ വിവരങ്ങൾ പുറത്തുവിടാതെ പരിഹാരം മാത്രം നടത്താം എന്നുള്ള ഒരു നിർദ്ദേശം അന്ന് വെച്ചിരുന്നത്. ഈ സിസ്റ്റത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് WCCയുടെ ആരോപണം. ഒപ്പം സുതാര്യതയോടുകൂടി റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പുറത്തുവിടേണ്ടത് നിർബന്ധമായ കാര്യമാണ് എന്നുകൂടി WCC പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനോടുകൂടി മാത്രമേ കൃത്യമായ നടപടികളും പുരോഗമനപരമായ മാറ്റങ്ങളും സിനിമാ മേഖലയിൽ ഉണ്ടാവുകയുള്ളൂ. ഒപ്പം അതിജീവിതർക്ക്, വർഷങ്ങളായി പല പ്രശ്നങ്ങൾ നേരിടുന്ന സിനിമാ മേഖലയിലെ അതിജീവിതർക്ക് നീതി കിട്ടണമെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വരണം. ഒപ്പം അതിലെ പരിഹാര നിർദ്ദേശങ്ങൾ, പരിഹാര നടപടികളെല്ലാം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുകൂടി പറയുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ കുറേ നാളുകളായി പല കാര്യങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് WCC വെച്ചിരുന്നു. അതുകൂടി ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കണം. ഈ സിനിമയിലെ വിവേചനവും മറ്റുമൊക്കെ ഇല്ലാതാക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ WCC പറഞ്ഞിരുന്നു. അതുകൂടി നടപ്പിലാക്കണമെന്നൊരു ആവശ്യം കൂടി WCC ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തൊഴിലിടങ്ങളിൽ കൂടുതൽ സുരക്ഷിതത്വത്തോടുകൂടി ജോലി ചെയ്യാൻ ആവശ്യമായ നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കണം എന്നുകൂടിയാണ് ഇപ്പോൾ ഈ അവസാനം വന്നിരിക്കുന്ന പ്രസ്താവനയിൽ WCC വ്യക്തമാക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.